വി ഡി സതീശൻ അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നേരെ എയർപോർട്ടിലേക്കാണ് യാത്ര. അവിടെ VVIPകൾ എത്തും. അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ. അവരെ സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള ആളുകളാണ് അവിടേക്ക് എത്തുക, എയർപോർട്ടിലെത്തുക. അവരെ സ്വീകരിക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി നേരിട്ടാകും. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനുമൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അല്പസമയത്തിനകം സതീശൻ ഇറങ്ങും. ഇപ്പോൾ സതീശനെ കാണാനായി എത്തിയിരിക്കുന്നത് OJ ജനീഷ്, നിയുക്ത മന്ത്രി OJ ജനീഷാണ്. ജനീഷ് ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയി സതീശനെ കണ്ട് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ജനീഷിൻ്റെ നീക്കം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിസഭാ യോഗം ചേരും. മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അതിനായും കേരളം കാത്തിരിക്കുകയാണ്. എന്താകും VD സതീശൻ്റെ ആദ്യ മന്ത്രിസഭയിലെ ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നുള്ളത് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നിയുക്ത മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്നു. പറ്റിയൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സഹപ്രവർത്തകർ ഞാനെങ്ങും പോയിട്ടില്ലല്ലോ. ഇപ്പോൾ VD സതീശൻ തൻ്റെ കണ്ടോൺമെന്റ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്കാണ് VD സതീശൻ പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ക്ലിഫ് ഹൗസിലാണ് താമസവും മറ്റും ഉണ്ടാവുക. ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് VD സതീശൻ. മാധ്യമങ്ങളോട് സംസാരിച്ചില്ല, പിന്നീട് കാണാം എന്ന് പറഞ്ഞാണ് മടക്കം എന്ന് വേണം കരുതാൻ. വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറിൽ കഴിഞ്ഞ ദിവസം മുതൽ VD യാത്ര ചെയ്യുന്നത് ഈ കാറിലാണ്. അദ്ദേഹം ഇപ്പോൾ പുറപ്പെട്ടു. എയർപോർട്ടിലേക്കാണ് യാത്ര. മുഖ്യമന്ത്രിയായാണ് മടക്കം. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയായാണ് മടക്കം. അവിടെ എത്തി പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.